ഇന്ന് നമുക്ക് ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ജിഗ്ര എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ചെയ്യാത്ത തെറ്റിന് വിദേശ രാജ്യത്ത് അറസ്റ്റിലായ സഹോദരൻ, അവനെ രക്ഷിക്കുവാനായിട്ട് ജയില് വരെ തകർക്കാൻ തയ്യാറായ സഹോദരി, പിന്നീട് അവർക്ക് എന്തൊക്കെ സംഭവിച്ചുവെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കുട്ടികളായ രണ്ട് സഹോദരങ്ങളെയാണ് കാണിക്കുന്നത്, സത്യയും അങ്കൂറും. ഇവരുടെ അമ്മ മരിച്ചതിനു ശേഷം അച്ഛനാണ് അവരെ വളർത്തുന്നതും. എന്നാൽ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്ന അങ്കൂറും സത്യയും കാണുന്നത് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്ന അച്ഛനെയായിരുന്നു. അന്നു മുതൽ അനാഥരായ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്കിളായിരുന്നു. സ്നേഹമുണ്ടായിട്ട് ചെയ്യുന്നതല്ല അതൊന്നും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തോന്നൽ കൊണ്ടാണ് അവരുടെ കാര്യമൊക്കെ അങ്കിള് നോക്കുന്നതും. ചേച്ചിയായ സത്യയ്ക്ക് തന്റെ സഹോദരനായ അങ്കൂർ എന്ന് വെച്ചാൽ ജീവനാണ്. അത്രയും കെയർ ചെയ്താണ് അങ്കൂറിന്റെ കാര്യമെല്ലാം സത്യ നോക്കുന്നതും. അങ്ങനെ സത്യയും അങ്കൂറും വളർന്നു വലുതായി. സത്യ അങ്കിളിന്റെ ഹോട്ടലിൽ മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്കൂർ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. പ്രോജക്റ്റ് സംബന്ധിച്ച് പുറത്തു പോകണമെന്നാണ് അങ്കൂറിന്റെ ആഗ്രഹവും. അങ്കിളിന്റെ സഹായം ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് അങ്കൂറിന് നന്നായിട്ട് അറിയാം. അങ്കിളിന്റെ മകനായ കബീറുമായിട്ടാണ് അങ്കൂറിന്റെ കൂട്ടും. അപ്പോൾ ഈ കബീറിനെ കൂടി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാൽ ഉറപ്പായും അങ്കിൾ കാശ് മുടക്കുമെന്നും അങ്കൂറിന് അറിയാമായിരുന്നു. പക്ഷെ അങ്കൂർ കബീറുമായി കൂട്ടുകൂടുന്നത് സത്യക്ക് ഇഷ്ടമല്ല. കാരണം ഈ കബീർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. കാശിന്റെ അഹങ്കാരമെല്ലാം ഈ കബീറിനുണ്ട്. അക്കാര്യം സത്യക്ക് നന്നായി അറിയാം. എന്നാലും അങ്കൂറിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് സത്യ അതിനെല്ലാം സമ്മതിച്ചു. അങ്ങനെ അങ്കൂർ ആണെങ്കിൽ കബീറിനെ കാണാൻ വന്നിട്ട് തന്റെ മനസ്സിലുള്ള പ്രോജക്റ്റിനെ പറ്റി അവനോട് പറയും. അവൻ നേരെ അച്ഛനോടും പറയുകയാണ്. അങ്ങനെ അങ്കിൾ അവരുടെ യാത്രയെയും പ്രോജക്റ്റിനെയും സപ്പോർട്ടും ചെയ്യുന്നു. എന്നാൽ അങ്കിളിന്റെ മനസ്സിൽ എന്തെന്നാൽ, ആ പ്രോജക്റ്റ് സക്സസ് ആയാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം തന്റെ മകനായ കബീറിന് എടുക്കണമെന്നാണ്. അങ്ങനെ അവർ ആ വിദേശ രാജ്യത്തേക്ക് പോകുവാനായും തീരുമാനിച്ചു. അതിനെല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സത്യ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നിടം കുറച്ച് ഡേഞ്ചറുമാണ്, അവിടുത്തെ നിയമവും സ്ട്രിക്റ്റ് ആണ്, സൂക്ഷിക്കണമെന്നും പറഞ്ഞാണ് വിട്ടതും. അവിടെ എത്തി പ്രോജക്റ്റ് എല്ലാം സക്സസ് ആക്കി. അതിന്റെ സന്തോഷത്തിൽ പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിയിൽ പോലീസ് അവരെ ചേസ് ചെയ്യുന്നു. പോലീസ് വണ്ടി പരിശോധിക്കുകയും ആളിനെ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ കബീറിന്റെ പോക്കറ്റിൽ നിന്നും ഡ്രഗ്സ് പോലീസിന് കിട്ടി. ആ നാട്ടിൽ ആര് ഡ്രഗ്സ് കയ്യിൽ വെച്ചാലും അവർക്ക് പിന്നീട് ജീവിതമേ ഇല്ല, അവർക്ക് വധശിക്ഷയാണ് കിട്ടുക. പോലീസ് രണ്ടാളെയും സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. അക്കാര്യമെല്ലാം നാട്ടിലുള്ള അങ്കിൾ അറിയും. സത്യയോട് ആ വിവരവും പറയുകയാണ്. പ്രതികളിൽ ഒരാൾക്ക് നാട്ടിൽ വിളിക്കുവാനായിട്ട് അവസരമുണ്ട്. ഡ്രഗ്സ് കൈവശമുള്ളത് കബീറിന്റെ കയ്യിലായതിനാൽ ഫോൺ വിളിക്കാൻ കബീറിനെ സമ്മതിച്ചില്ല. അങ്കൂർ കൂടെ ഉണ്ടാവുകയല്ലേ ചെയ്തത്. ആയതിനാൽ അങ്കൂറിന് വീട്ടിൽ വിളിക്കുവാനായിട്ടുള്ള അനുമതിയും കിട്ടി. അങ്കൂർ സത്യയെ വിളിച്ച് നടന്ന കാര്യമെല്ലാം പറഞ്ഞു. ലോയറിനെ കോണ്ടാക്ട് ചെയ്ത അങ്കിൾ ആണെങ്കിൽ എങ്ങനെയും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറയുമ്പോൾ ലോയർ പറയുന്നത്, ആ നാട്ടിലെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്, ഏതെങ്കിലും ഒരാളെ മാത്രമേ എനിക്ക് രക്ഷിക്കാനാകൂ എന്നും ലോയർ പറയും. അത് കേട്ട അങ്കിൾ ആണെങ്കിൽ, എന്റെ സഹോദരന്റെ മകനെ പറ്റി എനിക്ക് വിഷമമില്ല, പക്ഷെ എന്റെ മകനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയും. നേരെ ലോയർ ജയിലിലെത്തി കബീറിനെ കാണുന്നു. എന്നിട്ട് കബീറിനോട് പറയും, ഒരു കാര്യം ചെയ്യണം, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതെല്ലാം അങ്കൂറിന്റെ തലയിൽ വരണം. നിന്റെ പേരിൽ നാട്ടിൽ ഒരുപാട് കേസുകൾ ഉള്ളതല്ലേ, നീ അവർ ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ മതി, അങ്കൂറാണ് നിന്റെ കയ്യിൽ പോലീസ് പിടിക്കുന്ന സമയം ഡ്രഗ്സ് ഏൽപ്പിച്ചതെന്ന്. എന്നാൽ ആദ്യമൊന്നും കബീർ അതിന് തയ്യാറായില്ല. കബീർ അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നതും. എന്നാൽ ലോയറിന്റെ നിർബന്ധപ്രകാരം അതിന് കബീർ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ലോയർ നേരെ വന്നത് അങ്കൂറിനെ കാണുവാനായിട്ടായിരുന്നു. അങ്കൂറിന്റെ അടുത്തെത്തിയ ലോയർ പറയും, നീ ഒരു കാര്യം ചെയ്യണം, എന്തെന്നാൽ നമ്മുടെ കബീറിന്റെ പേരിൽ നാട്ടിൽ ഒരുപാട് കേസുകളുണ്ടല്ലോ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവന് വധശിക്ഷയാണ്. എന്നാൽ നിന്റെ പേരിൽ ഒരു കേസ് പോലുമില്ല, നിന്റെ ആദ്യത്തെ കേസല്ലേ ഇത്, അതുകൊണ്ട് നിന്റെ കൈവശമാണ് ഡ്രഗ്സ് ഉള്ളതെന്ന് നീ സമ്മതിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയ 3 മാസം, അത് കഴിഞ്ഞ് നിനക്ക് പുറത്തു വരാമെന്നും ലോയർ പറയുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും നീ അതിന് എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും ലോയർ പറയും. ലോയർ പറഞ്ഞ കാര്യത്തിന് അങ്കൂർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കും. അതിനുശേഷം അങ്കൂറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവിടുത്തെ ഭാഷയിലാണ് ചോദിക്കുന്നതും. നീയാണോ ഡ്രഗ്സ് കടത്തിയത്, നിന്റെ കൈവശമാണോ അതുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലോയർ പറഞ്ഞ കാര്യം അങ്കൂറിന്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ, എന്ത് ചോദിച്ചാലും യെസ് എന്ന് പറയണമെന്ന്. അങ്കൂർ ആണെങ്കിൽ ഉടനെ യെസ് എന്ന് പറഞ്ഞു. അവൻ പറയുന്നതെല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു. അതിനുശേഷം കോടതിയിലേക്കും കേസെത്തുകയാണ്. അവിടെ വാദിക്കുന്നതെല്ലാം അവിടുത്തെ ഭാഷയിലായിരുന്നു. എന്നാൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. ജഡ്ജി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ലോയർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അങ്കൂർ യെസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവനെതിരായിട്ടുള്ളതാണെന്നുള്ളത് അവൻ അറിയത്തില്ലല്ലോ, കാരണം അവിടുത്തെ ഭാഷയിലാണ് വാദങ്ങൾ നടക്കുന്നതും. എന്നാൽ ഒടുവിൽ ജഡ്ജി വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ അവന് വധശിക്ഷയാണ് വിധിച്ചതും. അവിടെയുണ്ടായിരുന്ന ട്രാൻസ്ലേറ്റർ വഴി അവന് വധശിക്ഷയാണ് വിധിച്ചതെന്ന കാര്യം അവൻ അറിയുന്നു.
ലോയർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന കാര്യം അങ്കൂറിന് മനസ്സിലായി. ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് അങ്കൂർ ജഡ്ജിനോട്, ഞാനല്ല അത് ചെയ്തത്, എന്റെ കൈവശമായിരുന്നില്ല ഡ്രഗ്സ് ഉണ്ടായിരുന്നത്, കബീറിന്റെ കൈവശമായിരുന്നു, എന്നെ ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഉറക്കെ കരയും. അപ്പോൾ ജഡ്ജി ചോദിക്കുന്ന ചോദ്യം എന്തെന്നാൽ, നീയല്ലേ എല്ലാത്തിനും യെസ് പറഞ്ഞത് എന്നായിരുന്നു. അങ്കൂറിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം സത്യ അറിയുകയാണ്. ദേഷ്യം സഹിക്കാനാകാത്ത സത്യയാണെങ്കിൽ അങ്കിളിനടുത്ത് വന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. എന്നിട്ട് പറയും, എനിക്ക് ഒരു കാര്യവും അറിയണ്ട, എനിക്ക് ആ നാട്ടിലേക്ക് പോകണം, അതിനൊരു പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കി തന്നേ പറ്റൂ. മാത്രവുമല്ല അവിടുത്തെ കാര്യങ്ങൾക്കുള്ള ചെലവിനായിട്ട് 2 കോടി രൂപ എന്റെ അക്കൗണ്ടിലും ഇട്ടു തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ കബീറിനെ ഞാൻ വെറുതെ വിടില്ല എന്നും അവൾ അങ്കിളിനെ ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്കിൾ അനുസരിച്ചു. അങ്ങനെ സത്യ പറഞ്ഞതുപോലെ തന്നെ അവൾക്കൊരു പ്രൈവറ്റ് ജെറ്റും റെഡിയാക്കി കൊടുത്തു. അതേ ജെറ്റിൽ തന്നെയാണ് ലോയർ കബീറിനെയും റിലീസ് ചെയ്ത് കൊണ്ടുവന്നതും. കബീർ സത്യയെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയും. സോറി എന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നതും. അതൊന്നും സത്യക്ക് സഹിക്കാനായും പറ്റുന്നില്ല. അങ്ങനെ അവൾ ആ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. അതേസമയം തന്നെയാണ് ന്യൂസിൽ ഒരു വാർത്ത വരുന്നതും. എന്തെന്നാൽ അങ്കിളിന്റെ ഫാക്ടറി തീപിടിച്ചുവെന്ന്. സത്യത്തിൽ അത് സത്യ ചെയ്തത് തന്നെയാണ്. അവൾക്ക് ദേഷ്യം സഹിക്കാതെയാണ് അവൾ അങ്ങനെ ചെയ്തതും. അങ്ങനെ സത്യ ആ രാജ്യത്തെത്തി. ജയിലിലേക്ക് വിസിറ്റേഴ്സ് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ സത്യ കടക്കുകയാണ്. എന്നിട്ട് അങ്കൂറിനോട് സംസാരിക്കുന്നുമുണ്ട്. നീ ഒരിക്കലും പേടിക്കണ്ട, നിന്റെ ചേച്ചിയായ ഞാനിവിടെ ഇല്ലേ, നിന്നെ എങ്ങനെ ഞാൻ പുറത്തിറക്കുമെന്നും ചേച്ചി പറയുകയാണ്. അത് കേട്ട് അനിയനും ഒരുപാട് സമാധാനമാകും. അതിനുശേഷം ജയിലിലേക്ക് പോകുന്ന അങ്കൂർ ആണെങ്കിൽ ജയിലറിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വെറുതെ വിടണം. പക്ഷെ അതൊന്നും അയാൾ മൈൻഡ് ചെയ്യുന്നതേയില്ല. ജയിലിൽ വെച്ച് അങ്കൂർ കുറച്ച് ഇന്ത്യക്കാരെ പരിചയപ്പെടുകയാണ്. അവരും അങ്കൂറിനെ പോലെ തന്നെ ചെയ്യാത്ത തെറ്റിനാണ് വധശിക്ഷ കാത്തുകിടക്കുന്നതും. ചിലർക്ക് 2 ആഴ്ച കഴിഞ്ഞ്, ചിലർക്ക് 1 മാസം കഴിഞ്ഞൊക്കെയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സത്യയാണെങ്കിൽ തന്റെ സഹോദരനെ എങ്ങനെയും ജയിലിൽ നിന്ന് പുറത്തിറക്കുവാനായിട്ട് നല്ല വക്കീലിനെയൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷേ അവൾ ചെല്ലുന്ന വക്കീലന്മാരെല്ലാവരും പറയുന്നത് അവർക്ക് ആർക്കും അതിന് പറ്റത്തില്ല, ഈ നാട്ടിലെ നിയമം അത്ര സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് വേണമെങ്കിൽ 1-2 ആഴ്ചത്തേക്ക് വധശിക്ഷ മാറ്റിവെക്കാം, അതേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. എന്തു ചെയ്യുമെന്നറിയാതെ ഒന്നും അറിയാത്ത ഒരു രാജ്യത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് സത്യ. അതേസമയം തന്നെയായിരുന്നു ജയിലിൽ വധശിക്ഷ വിധിച്ചവരുടെയൊക്കെ പാരന്റ്സ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം അവൾ കാണുന്നത്. അവിടേക്ക് സത്യയും പോവുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്ന സത്യയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ടോണി എന്നൊരു പയ്യന്റെ അച്ഛനെയും കാണുകയാണ്. അച്ഛനാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട്, നിന്റെ ആരാ ജയിലിൽ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സത്യ പറയും, എന്റെ സഹോദരനാണ്, പക്ഷെ അവൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അത് കേട്ട ടോണിയുടെ അച്ഛനും, എന്റെ മകനാണ് ജയിലിൽ കിടക്കുന്നത്, അവനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയുകയാണ്. രണ്ടുപേരും പരസ്പരം അവരവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അതേസമയം തന്നെയായിരുന്നു ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ചവരുടെ പാരന്റ്സിനും ബന്ധുക്കൾക്കും കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുന്നതും. ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് സത്യയും പിന്നെ അവരുടെ ടോണിയുടെ അച്ഛനും എത്തുകയാണ്. എന്നാൽ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരുന്ന സത്യക്കാണെങ്കിൽ ആകെ ദേഷ്യം. എങ്ങനെയും തന്റെ സഹോദരനെ രക്ഷിക്കണമെന്നാണല്ലോ സത്യയുടെ മനസ്സിൽ. എന്നാൽ ഇപ്പോൾ അയാൾ പറയുന്നത് എന്തുണ്ടായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അത് കേട്ട് ദേഷ്യമെന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന സത്യയാണെങ്കിൽ അവിടെ കുറച്ചു പേര് പ്രശ്നമുണ്ടാക്കാൻ വരുന്നതും കാണും. അത് കണ്ട് ദേഷ്യമെന്ന സത്യയാണെങ്കിൽ ആ ഒരു ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ച് അവന്മാർക്കിട്ട് 2 കൊടുക്കും. എന്നാൽ അവരാണെങ്കിലോ കത്തിയും ഒക്കെ കാണിക്കുന്ന സമയത്ത് ആ അങ്കിൾ ആണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് അവരെ ചൂണ്ടുന്നു. വല്ലതും ചെയ്താൽ നിന്നെയൊക്കെ കൊന്നു കളയുമെന്നായിരുന്നു അയാൾ ഭീഷണിപ്പെടുത്തിയതും. ചിലപ്പോൾ ടോണിയുടെ അച്ഛൻ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ആയിരിക്കാം. ടോണിയുടെ അച്ഛൻ പറയുന്നത്, എനിക്ക് എത്ര വലിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ മകനെ രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, മരിക്കുന്നതിന് മുൻപെങ്കിലും അവനെ രക്ഷിച്ച് അവന് നല്ലൊരു ഭാവി ഉണ്ടാകുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനെന്നും അച്ഛൻ പറയുകയാണ്. ടോണിയുടെ അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് ഒരു ഇന്ത്യക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് മുത്തു. മുത്തു പറയും, രക്ഷിക്കുന്ന കാര്യമൊക്കെ വളരെ പാടാണ്, അതും ഈ നാട്ടിൽ. അത് കേട്ട് സത്യ ചോദിക്കും, ഇതാരാണ്? അപ്പോൾ ടോണിയുടെ അച്ഛൻ പറയും, ഇത് ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, താൻ ജയിലിലാക്കിയ നിരപരാധിയെ രക്ഷിക്കുവാനായി ശ്രമിച്ചതിനാൽ മുത്തുവിന്റെ ജോലിയും പോയെന്ന് പറയും. അത് കേട്ട് സത്യ പറയും, എന്തായാലും എല്ലാവരെയും രക്ഷിക്കണ്ടേ, നമുക്ക് ജയില് നശിപ്പിച്ചിട്ടാണെങ്കിലും അവരെ 3 പേരെയും പുറത്തിറക്കണമെന്നും പറഞ്ഞു. എന്നാൽ മുത്തുവാണെങ്കിൽ അതിന് തയ്യാറാകില്ല. നമുക്ക് വക്കീൽ വഴി നേരായ വഴിയിൽ അവരെ പുറത്തിറക്കാം, അല്ലാതെ ഇമാതിരി പരിപാടിക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ മുത്തു പറയും. അത് കേൾക്കുന്ന സത്യ പറയും, എങ്കിലൊരു കാര്യം ചെയ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം, നേരായ വഴിയിൽ തന്നെ പോകാം, അതിന് എന്നെ നിങ്ങൾ അടിച്ചു തോൽപ്പിക്കണമെന്നും പറയും. അത് കേട്ട് മുത്തുവും അതിന് തയ്യാറായി. നമ്മുടെ സത്യയാണെങ്കിൽ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുവുമായി തല്ലുകൂടുന്ന സമയത്ത് സത്യയാണ് ജയിച്ചതും. ഇനി പറ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, ഞങ്ങളെ നിങ്ങൾ സഹായിച്ചേ പറ്റൂ, നിങ്ങളുടെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്നും സത്യ പറയും. കാരണം എന്തെന്നാൽ പഴയ പോലീസുകാരനായതുകൊണ്ട് പോലീസിന്റെ സകല കാര്യങ്ങളും ഈ മുത്തുവിന് അറിയാമല്ലോ.
അങ്ങനെ അവർ മൂന്നുപേരെയും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി പ്ലാൻ ഇടുകയാണ്. ടോണിയുടെ അച്ഛൻ ഒരു ഗ്യാങ്സ്റ്റർ ആയതിനാൽ അയാൾക്ക് ആ നാട്ടിൽ വലിയ പിടിപാടുണ്ട്. അങ്ങനെ അയാളുടെ കുറച്ച് ആളുകളെയും സെറ്റാക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സഹായം വന്നാൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും സെറ്റാക്കുന്നതും. അവരുടെ പ്ലാൻ എന്തെന്നാൽ ഈ മൂന്ന് കുട്ടികളെയും കിച്ചൺ ഡ്യൂട്ടിക്ക് എങ്ങനെയും ഇടിയിപ്പിക്കുക, കിച്ചണിലുള്ള അണ്ടർഗ്രൗണ്ട് വഴി അവരെ എങ്ങനെയും പുറത്തെത്തിക്കുക. ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അതിനു മുൻപ് ഈ പ്ലാൻ മൂന്ന് കുട്ടികളും അറിയണമല്ലോ. അതും അവർ പ്ലാൻ ചെയ്യുകയാണ്. പുറത്തു വന്നു കഴിഞ്ഞാൽ കടൽ മാർഗം മലേഷ്യയിലേക്ക് എത്തണം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഇതെല്ലാം ജയിലിൽ കിടക്കുന്ന മൂന്ന് കുട്ടികളും അറിയണമല്ലോ. അതിനും അവരൊരു പ്ലാൻ ഇടും. അതിനു മുൻപായിട്ട് സത്യയാണെങ്കിൽ അങ്കൂറിനെ കാണുവാനായിട്ട് ജയിലിൽ ഒരിക്കൽ കൂടി പോകും. എന്നിട്ട് പറയും, നിന്നെ ഉറപ്പായി ഞാൻ രക്ഷിക്കുമെന്ന് കൂളായിട്ട് തന്നെ പറയും. എന്നാൽ അതേസമയം തന്നെ അങ്കൂറും കൂളായിരിക്കുകയാണ്. അപ്പോൾ സത്യ ചിന്തിക്കും, നമ്മുടെ പ്ലാൻ എന്നും ഇവൻ അറിയില്ലല്ലോ, പിന്നെ എന്താ ഇത്ര കൂളായിരിക്കുന്നതെന്ന് അവൾ ചിന്തിക്കും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സത്യയ്ക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ അങ്കൂറും, പിന്നെ അങ്കൂറിന് ഒരു കൂട്ട് കിട്ടിയല്ലോ, അയാളുടെ പേരാണ് ചന്ദൻ. അവരോടൊപ്പം ടോണിയും ഉണ്ടായിരുന്നു. എന്നാൽ ആ പോലീസുകാരൻ രക്ഷിക്കാനിരുന്ന പയ്യനില്ല. ടോണിയും ചന്ദനും അങ്കൂറും ചേർന്ന് ഒരു പ്ലാൻ ഇടുകയാണ്. അവിടെ ഒരു മെഡിക്കൽ റൂം ഉണ്ട്. ആ മെഡിക്കൽ റൂമിന്റെ സൈഡ് ഇവർ 2 വർഷമായി ചന്ദൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഫൈനൽ ആകാറായി. അതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് അവരുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് അവരെല്ലാ കാര്യവും നോക്കുന്നുമുണ്ട്. എങ്ങനെയും രക്ഷപ്പെട്ട് അതിലെ ഒരു ടണൽ വഴി പുറത്തു വരാനായിട്ടാണ് അവരുടെ പ്ലാനും. അതൊന്നും സത്യയ്ക്കും അറിയത്തില്ല. സത്യയുടെ പ്ലാനൊന്നും അങ്കൂറിനും അറിയത്തില്ല. രണ്ടുപേരും 2 രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സത്യയ്ക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ 3 പേരെയും കിച്ചൺ ഡ്യൂട്ടി കിട്ടു. അവർക്ക് മെഡിക്കൽ വാർഡിൽ പോയാൽ മാത്രമല്ലേ അവർ പ്ലാൻ ചെയ്തതുപോലെ പുറത്തേക്ക് കടക്കുവാനായും പറ്റൂ. എന്നിട്ട് സത്യയ്ക്ക് എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതവരെ അറിയിക്കുവാനായിട്ട് അവർ കഴിക്കുന്ന ബണ്ണിനകത്താണെങ്കിൽ അത് എഴുതി ഒരു നോട്ടാക്കി വെച്ചിരുന്നു. ജയിലിൽ അവരെ സഹായിക്കുന്നതിന് ഒരു പോലീസുകാരനുമുണ്ട്. അവർക്ക് കഴിക്കാൻ കൊടുത്ത ബണ്ണിനുള്ളിലാണെങ്കിൽ നോട്ട് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. പക്ഷെ അവരാരും അത് കണ്ടതുമില്ല. ഇവരത് കണ്ടോ, വായിച്ചോ എന്നൊക്കെ അറിയാനായിട്ട് വീണ്ടും സത്യയും കൂട്ടരും ജയിലിലേക്ക് വരും. ടോണിയുടെ അച്ഛനാണെങ്കിൽ ജയിലിൽ വന്ന് സംസാരിക്കുവാനായി ശ്രമിക്കുന്ന സമയത്തായിരുന്നു അവരെല്ലാവരും മെഡിക്കൽ റൂമിലാണെന്ന് അറിയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. അങ്കൂറും ചന്ദനും ടോണിയും അല്ലാതെ അവർക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, രാജ്. ഇവർ 4 പേരും ചേർന്നാണ് മെഡിക്കൽ റൂം വഴി പുറത്തേക്ക് കടക്കുവാനായും പ്ലാൻ ഇട്ടത്. അതേ സമയത്ത് തന്നെ ആയിരുന്നല്ലോ ഇവരെ കിച്ചൺ ഡ്യൂട്ടിക്ക് വിട്ടത്. എന്നാൽ എങ്ങനെയും മെഡിക്കൽ റൂമിൽ എത്തുവാനായിട്ട് ഇവരൊരു പ്ലാൻ ചെയ്തു. അവർ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ഒരു മെഡിസിൻ പൊടിച്ചു ചേർത്ത് അവർ ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞ് മെഡിക്കൽ റൂമിലേക്കും എത്തി. എന്നിട്ട് ആരും അറിയാതെ അവർ കുഴിച്ചു വെച്ചിരുന്ന ഭാഗത്തു കൂടി രക്ഷപ്പെടുവാനായും ശ്രമിക്കുകയായിരുന്നു. അവരെ സഹായിച്ചത് മറ്റൊരു പോലീസുകാരിയായിരുന്നു. ഈ പോലീസുകാരിയും രാജും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവരെല്ലാരും ആ ടണൽ വഴി പുറത്തേക്ക് വരും. പുറത്തു വന്നിട്ട് യൂണിഫോം ഒക്കെ മാറ്റിയതിനു ശേഷം രക്ഷപ്പെടുവാനായിട്ടായിരുന്നു പ്ലാൻ. പിന്നീട് ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് സത്യയുടെ വീട്ടിലേക്ക് പോലീസുകാരെത്തുന്നതാണ് കാണിക്കുന്നത്. സത്യയ്ക്ക് ഒരു നോട്ടീസും കൈമാറുന്നു. ആ നോട്ടീസിൽ എന്തെന്നാൽ അങ്കൂറും കൂട്ടരും ജയിൽ ചാടുവാനായി ശ്രമിച്ചു. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞു വെച്ചിരുന്ന വധശിക്ഷ 4 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന്. അത് കേട്ട് സത്യയും ഷോക്കായി പോവുകയാണ്. എങ്ങനെയും അവൾക്ക് അങ്കൂറിനെ രക്ഷിച്ചേ പറ്റൂ. അന്ന് ജയിൽ ചാടിയ അങ്കൂറിനെയും ചന്ദനെയും ടോണിയെയും രാജിനെയും പോലീസുകാർ പൊക്കിയിരുന്നു. ആ ജയിലറാണ് പൊക്കിയത്. എന്നാൽ അതിൽ നിന്നും ഒരു പോലീസുകാരന്റെ തലയിൽ തോക്കും ചൂണ്ടി രാജാണെങ്കിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ജയിലർ ചെയ്തത് എന്തെന്നാൽ രാജിനെ വെടിവെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്കൂറിനെയും ചന്ദനെയും ടോണിയെയും കൊണ്ടുവന്ന് ഒരുപാട് ഉപദ്രവിച്ചു. 3 പേരെയും ഒരുമിച്ചാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതും. അവിടുത്തെ വധശിക്ഷ എന്തെന്നാൽ ഇലക്ട്രിക് ചെയറിലിരുത്തി കറണ്ട് അടുപ്പിച്ച് കൊല്ലുക. അത് തന്നെയായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കുന്ന അതേ ദിവസം തന്നെ ജയിലിലേക്കുള്ള ഫുള്ള് കറണ്ടും കട്ട് ചെയ്യണം. അതിനായിട്ട് അവർ പ്ലാൻ ചെയ്യും. എന്നാൽ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മുത്തുവാണെങ്കിൽ അതൊരിക്കലും പറ്റത്തില്ല, ഞാൻ അതിന് സമ്മതിക്കത്തുമില്ല. ജയിലിൽ കറണ്ട് കട്ടായാൽ ഉറപ്പായും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലെല്ലാം ഓപ്പൺ ആകും. ജയിൽ പുള്ളികളെല്ലാം പുറത്തേക്ക് വരും. കുറച്ചുപേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറ്റവാളികളായ എല്ലാവരും പുറത്തു വിടണോ എന്നൊക്കെ അവൻ ചോദിക്കുന്ന സമയത്ത് സത്യ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയണ്ട. തെറ്റ് ചെയ്യാത്ത 2 പേരും എന്റെ സഹോദരനും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും സത്യ പറയുന്നു. എന്നാൽ മുത്തുവാണെങ്കിൽ അതിനെതിരാണ്. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ടോണിയുടെ അച്ഛൻ പറയും, എന്നാലും ഒരു കാര്യമുണ്ട്, പവർ സപ്ലൈ കട്ടായി കഴിഞ്ഞാലും അവിടെ ജനറേറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് വധശിക്ഷ അവർ നടപ്പിലാക്കുമെന്നും പറയുമ്പോൾ അതിനവർ മറ്റൊരു പ്ലാനും ഇടുകയാണ്. പവർ സപ്ലൈ കട്ടാക്കുന്നതിനും അവരൊരു പ്ലാൻ ഇടും. ജയിലിലേക്കൊക്കെ കറണ്ട് എത്തുന്നതിന്റെ മെയിൻ സെന്റർ ഉണ്ട്. അവിടുത്തെ ആളിനെ വിളിച്ചിട്ട് അയാളുടെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങൾ പറയുന്ന ദിവസം ജയിലിലെ പവർ സപ്ലൈ കട്ട് ചെയ്യണമെന്ന്. അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. ജനറേറ്റർ വർക്ക് ചെയ്യാതിരിക്കാനും അവരൊരു പ്ലാൻ ഇടുകയാണ്. ജനറേറ്ററിലേക്കുള്ള ഇന്ധനം കൊണ്ടുപോകുന്ന ലോറിയാണെങ്കിൽ അവർ തടയും. എങ്ങനെയെന്നാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ആക്സിഡന്റ് അവർ ക്രിയേറ്റ് ചെയ്യും. പൈസ കൊടുത്താണ് ആളിനെയൊക്കെ അവൾ റെഡിയാക്കുന്നതും. അതേസമയം തന്നെ ആ ഒരു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർമാർ
പുറത്തിറങ്ങിയിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യുന്ന സമയം തന്നെ അവർ കൊണ്ടുപോകുന്ന ഇന്ധനത്തിൽ എന്തൊക്കെയോ നിറയ്ക്കുകയാണ്. കുറച്ചു സമയം മാത്രമേ ജനറേറ്റർ അത് കാരണം വർക്ക് ചെയ്യൂ, പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അതിനുള്ള കാര്യങ്ങളെല്ലാം അവൾ അതിൽ ചെയ്തിരുന്നു. എന്നാൽ മുത്തു ഇതിനെതിരാണല്ലോ. അതിനെല്ലാത്തിനും ചെയ്യാനായി പോകുന്ന സത്യയെ മുത്തു തടയുവാനായും ശ്രമിക്കുകയാണ്. എന്നാൽ മുത്തുവും സത്യയും തമ്മിൽ ഫൈറ്റ് നടക്കും. ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും അവർ താഴേക്ക് വീഴുകയാണ്. മുത്തു സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. എന്നാൽ പരിക്കുകളോടെ സത്യ രക്ഷപ്പെട്ട് നേരെ വന്നത് ടോണിയുടെ അച്ഛനടുത്തേക്കായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം തന്നെ ടോണിയുടെ അച്ഛനും സത്യയും ജയിലിന്റെ പരിസരത്തെത്തുകയാണ്. എന്നിട്ട് അവരുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വധശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുവന്നത് അങ്കൂറിനെ തന്നെയായിരുന്നു. അങ്കൂറിനെ ഇലക്ട്രിക് ചെയറിൽ കൊണ്ടുവന്നിരുത്തി സ്വിച്ച് ഓൺ ആക്കുവാനായി നോക്കുന്ന സമയത്തായിരുന്നു അവിടെ പവർ കട്ട് ആയതും. ജനറേറ്റർ ഓൺ ആക്കുവാനായി നോക്കുമ്പോൾ ജനറേറ്ററും വർക്ക് ആവുന്നില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ പ്ലാൻ ആണെന്ന് ജയിലർക്കും മനസ്സിലായി. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ സെല്ലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുമല്ലോ. അങ്ങനെ ജയിൽ പുള്ളികളെല്ലാം പുറത്തേക്ക് വന്ന് ആകെ പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. അപ്പോൾ ജയിലർ പറയുന്നുണ്ട്, ഇനി എന്ത് സംഭവിച്ചാലും വധശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിലും ഇവന്മാരെ എല്ലാം ഞാൻ വെടിവെച്ച് കൊല്ലുമെന്നാണ് ജയിലർ പറയുന്നത്. 3 പേരെയും വെടിവെച്ച് കൊല്ലുവാനായി പോവുകയാണ് ജയിലർ. എന്നാൽ 3 പേരും ചേർന്ന് ജയിലറിനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം തന്നെ സത്യയുടെ പ്ലാൻ പ്രകാരം ടാങ്കർ ലോറികൾ ജയിലിന്റെ മതിലിടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മതിലും തകരുന്നു. അതേ സ്ഥലത്തേക്ക് കാർ ഓടിച്ചു കയറുകയാണ് സത്യയും. ജയിലിനുള്ളിലെത്തിയ സത്യയ്ക്ക് തന്റെ സഹോദരനെ എങ്ങനെ കണ്ടെത്തുമെന്ന കൺഫ്യൂഷനായി. കാരണം അവിടെ മറ്റുള്ള ജയിൽ പുള്ളികളും പോലീസും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. എല്ലാ ജയിൽ പുള്ളികളും പുറത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന റൂമിന്റെ മുകളിലെ മേൽക്കൂരയിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അത് മരണം നടക്കുന്ന സമയം അത് ഓപ്പൺ ആവുകയും അല്ലാത്ത സമയം ക്ലോസ് ആവുകയും ചെയ്യും. ജയിലുകാരുടെ വിശ്വാസപ്രകാരം മരണപ്പെടുന്ന ആളിന്റെ ആത്മാവ് അതുവഴി പുറത്തു പോകുമെന്നാണ്. അതറിയാവുന്ന സത്യയാണെങ്കിൽ മേൽക്കൂരയിൽ കയറി അത് തുറക്കുവാനായും ശ്രമിക്കുന്നു. അപ്പോൾ താഴെയുണ്ടായിരുന്ന 3 പേരും എങ്ങനെയും ജയിലറിനെ തടയുവാനായി നോക്കുകയാണല്ലോ. മുകളിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ടോണിയാണെങ്കിൽ അത് തുറക്കുവാനായി ശ്രമിക്കുന്ന സമയത്തായിരുന്നു ജയിലർ വന്ന് അവനെ വലിച്ചു താഴെയിടുന്നതും. എന്നാൽ അതേസമയം തന്നെ സത്യയാണെങ്കിൽ ആ ഒരു ചില്ല് അടിച്ചു പൊട്ടിക്കുകയാണ്. 3 പേരും എങ്ങനെയൊക്കെയോ മുകളിലേക്ക് വന്നു. അതേസമയം തന്നെയായിരുന്നു ജയിലറും അവരെ ഫോളോ ചെയ്ത് മുകളിലെത്തിയതും. ജയിലർ അവരെ 3 പേരെയും കഴുത്തിന് ഞെരിച്ച് പിടിച്ചിരിക്കുകയാണ്. 3 പേരുടെയും ബോധം പോകും എന്ന അവസ്ഥയിലായ സമയത്തായിരുന്നു സത്യ അവിടേക്ക് വന്നതും. സത്യ ഉടനെ തന്നെ ജയിലറിന്റെ തലക്കടിച്ച് അയാളെ ബോധം കെടുത്തിയിട്ട് 3 പേരെയും അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോഴെല്ലാം അങ്കൂർ പറയുന്നുണ്ട്, ഇതെന്റെ ചേച്ചിയാണെന്ന്. അഭിമാനത്തോടെയാണ് അവൻ പറയുന്നതും. പല സമയത്തും സത്യ അവനെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അവൻ പ്രതീക്ഷിച്ചു കാണില്ല. അവർ 4 പേരും ഓടിവന്നെത്തിയത് മെയിൻ ഡോറിന് മുന്നിലായിരുന്നു. ആ ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. അത് തുറക്കുവാനുള്ള ഉത്തരവാദിത്തം ടോണിയുടെ അച്ഛനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ടോണിയുടെ അച്ഛൻ ഒരു വണ്ടി ഇടിച്ച് ആ ഒരു ഡോർ തകർക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനെ കണ്ട ടോണിക്കും ഒരുപാട് സന്തോഷമായി. തന്റെ അച്ഛനും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ഇത്രയും റിസ്ക് എടുക്കുന്നു എന്ന കാര്യത്തിൽ ടോണിക്കും അഭിമാനമാണ്. അങ്ങനെ അവർ 5 പേരും ആ ഒരു വണ്ടിയിൽ കയറി യാത്രയാവുകയാണ്. ജയിലർ അവർ പോകുന്ന വണ്ടിയെ ഫോളോ ചെയ്യുന്നു. അയാൾ വെടിവെക്കുന്നുമുണ്ട്. അതിലൊരു ബുള്ളറ്റ് ടോണിയുടെ അച്ഛനെ കൊള്ളുകയും ചെയ്യുന്നു. ടോണിയുടെ അച്ഛന്റെ ദേഹത്തു നിന്നും ഒരുപാട് രക്തം വാർന്നു പോകുന്നുമുണ്ട്. ബോധം പോകാറായ സമയം തന്നെ ടോണിയുടെ അച്ഛൻ വണ്ടി നിർത്തിയിട്ട്, ഇനി നിങ്ങൾ രക്ഷപ്പെട്ടോ, ഞാൻ അവരെ തടയാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരും അവിടെ നിന്നിറങ്ങി ബോട്ടുള്ള സ്ഥലത്തേക്കും പോവുകയാണ്. അപ്പോഴേക്കും ജയിലർ വന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന ടോണിയുടെ അച്ഛനെയാണ് കണ്ടത്. ടോണിയുടെ അച്ഛൻ മരിക്കും മുമ്പ് നമ്മുടെ സത്യയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനെ നീ നന്നായി നോക്കണമെന്ന്. അങ്ങനെ സത്യ 4 പേരെയും കൂട്ടി ബോട്ടിലേക്കും കയറും. ബോട്ടിൽ കയറും മുമ്പ് മെഡിക്കൽ ടീംസിന്റെ വേഷം ധരിച്ചാണ് അവർ കയറുന്നതും. കാരണം മെഡിക്കൽ ടീംസിനെ ഒരിക്കലും പോലീസ് തടയില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ വേഷം ധരിച്ച് ബോട്ടിൽ പോകുന്നതും. എങ്ങനെയും അവർക്ക് മലേഷ്യൻ ബോർഡർ കടക്കണം. ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് അവർ ബോട്ടിൽ പോകുന്ന സമയം തന്നെ ജയിലറും അവരെ ഫോളോ ചെയ്ത് വരികയാണ്. ജയിലർ അവരെ വെടിവെക്കുവാനൊക്കെ ശ്രമിക്കുന്നു. കുറച്ചുകൂടി മുന്നിൽ ചെന്നാൽ മലേഷ്യൻ ബോർഡറായി. ബോർഡർ കടക്കും മുമ്പ് തന്നെ ജയിലറും കൂട്ടരും അവരെ പിടികൂടുവാനായി ശ്രമിക്കുകയാണല്ലോ. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മരിക്കാമെന്ന രീതിയിൽ സത്യയും സഹോദരനും നെഞ്ചും വിരിച്ച് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് മറ്റൊരു കപ്പൽ വന്നതും. ആ കപ്പലിലുണ്ടായിരുന്നത് മലേഷ്യയിലെ ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടനെ തന്നെ ജയിലറിനെയും പോലീസുകാരെയും വെടിവെച്ച് കൊന്നു. എന്തെന്നാൽ ജയിലർക്കും കൂട്ടർക്കും ബോർഡർ കടക്കുവാനുള്ള അധികാരമില്ല. മാത്രമല്ല അവർ വെടിവെക്കുകയും ഒക്കെ ചെയ്തു. ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചു. അതിന്റെ കാരണത്താലാണ് അവരെ വെടിവെച്ച് കൊന്നതും. സത്യയ്ക്കും അങ്കൂറിനുമൊക്കെ ഒരുപാട് സന്തോഷവും സമാധാനവുമായി. മലേഷ്യയിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരെ കപ്പലിൽ കയറ്റി ഇന്ത്യയിലേക്കും എത്തിക്കുകയാണ്. ഇന്ത്യയിലെത്തിയ സത്യയാണെങ്കിൽ അങ്കൂറിനെയും ബാക്കി 2 പേരെയും കൂട്ടി നേരെ പോയത് അവരുടെ പഴയ വീട്ടിലേക്കായിരുന്നു. സത്യയുടെയും അങ്കൂറിന്റെയും അച്ഛൻ ആത്മഹത്യ ചെയ്ത ആ ഒരു വീടുണ്ടല്ലോ, അവിടെ അവർ ഒരുമിച്ച് താമസിക്കുവാനായും ആരംഭിച്ചു.
തന്റെ സഹോദരന്റെ ജീവന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറായ സഹോദരിയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.